എല്ലാ കൂട്ടുകാരെയും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മീഹോക്കിനെയും ഷാങ്സിനെയും കുറിച്ചാണ്. ഇവരിൽ ആരാണ് പവർഫുൾ? അപ്പോൾ അതൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാരൻ നമ്മുടെ വൺ പീസ് കാണുന്നുണ്ടെങ്കിൽ ആ കൂട്ടുകാരനും കൂടി നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവനും കൂടി നമ്മുടെ ചാനലിൽ നിന്ന് വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ ഹൈപ്പ് ചെയ്യുകയും കൂടി ഒന്ന് ചെയ്യുക. എന്നാൽ ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തുന്നതായിരിക്കും. എന്നാലും ഞാനധികം പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വൺ പീസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒരു ക്യാരക്ടർ നമ്മുടെ മീഹോക്ക്, അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മുടെ ഷാങ്സ്. ഇവർ രണ്ടുപേരെ കമ്പയർ ചെയ്യാൻ കാരണം ഇവർ രണ്ടുപേരും വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സ്പോർട്സ്മാനാണ് ഇപ്പോൾ നമ്മുടെ വൺ പീസിലുള്ളതിൽ. അതുമാത്രമല്ല ഇവരുടെ രണ്ടുപേരുടെ റൈവലറിനെ കുറിച്ചും ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും ഒക്കെ നമുക്ക് വൺ പീസ് കാണാൻ കഴിയും. പക്ഷേങ്കിൽ ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീഹോക്കും ഷാങ്സും ഫൈറ്റ് ചെയ്തപ്പോൾ അത് എല്ലാം തന്നെ അവസാനിച്ചിട്ടുള്ളത് ഡ്രോയിലാണ്. എന്നിരുന്നിട്ട് കൂടി നമ്മുടെ മീഹോക്കിനെയാണ് വേൾഡ് സ്ട്രോങ്ങസ്റ്റ് സ്പോർട്സ്മാൻ എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ ഇവിടെയുള്ള പ്രശ്നം നമ്മുടെ ഷാങ്സ് ഒരു സ്പോർട്സ്മാനാണ്, മീഹോക്ക് ഒരു സ്പോർട്സ്മാനാണ്. അപ്പോൾ ഇതിൽ ആരായിരിക്കും പവർഫുൾ? നമുക്കറിയാം നമ്മുടെ വൺ പീസിൽ ഇതുവരെ ഷാങ്സിന് കാണിച്ചിട്ടുള്ള ഫീഡ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വൈറ്റ് പീഡുമായിട്ട് ക്ലാഷ് ചെയ്ത് സ്കൈ സ്പ്ലിറ്റ് ചെയ്ത്, പിന്നെ നമ്മുടെ മെറീൻ ഫോർഡ് വാർ വെറുതെ അവിടേക്ക് നടന്ന് വന്നത് മാത്രമേ ഉള്ളൂ, വേറൊന്നും ഷാങ്സ് ചെയ്തിട്ടില്ല. ആ വാർ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ മെറീൻ ഫോർഡിലേക്ക് വന്നിട്ടിരുന്ന കായ്ഡോനെ സ്റ്റോപ്പ് ചെയ്ത്, പിന്നെ നമ്മുടെ ഗ്രീൻ ബൂളിനെ വാനുവിലേക്ക് പോകുന്നത് തടഞ്ഞത്, പിന്നെ നമ്മുടെ കിഡിനെ വൺ ഷോട്ട് ചെയ്തത്, അതുപോലെ തന്നെ നമ്മുടെ ലോക്കിനെ ഡിഫീറ്റ് ചെയ്തത്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഷാങ്സിനുള്ള ഫീഡ്സ് എന്ന് വെച്ചാൽ നമ്മുടെ മീഹോക്കിനെക്കാട്ടും വളരെ കൂടുതലാണ്. അതുമാത്രമല്ല നമ്മുടെ ഷാങ്സിൻ്റെ കോൺഗ്രസ് ആക്കി നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് വൺ പീസിൽ ഇപ്പോൾ ഉള്ളത് വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കോൺഗ്രസ് ആക്കി യൂസർ നമ്മുടെ ഷാങ്സ് തന്നെയായിരിക്കും എന്നാണ്. ഒരു പക്ഷേ നമ്മുടെ ഷാങ്സ് നമ്മുടെ റോജറിനെ സർപ്പാസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഷാങ്സിനെ കുറിച്ച് നമുക്ക് അറിയാം. അതുപോലെ തന്നെ ഷാങ്സിൻ്റെ പവറിന് നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയും. എന്നാൽ നമ്മുടെ മീഹോക്കിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മീഹോക്കിൻ്റെ ഒരു നെയിംഡ് അറ്റാക്ക് പോലും നമ്മുടെ മീഹോക്ക് യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ മീഹോക്കിന് ഇത്ര ഹൈപ്പ് നൽകുന്നത് നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിന് നമ്മുടെ മീഹോക്കിന് വേൾഡ് സ്ട്രോങ്ങസ്റ്റ് സ്പോർട്സ്മാൻ എന്നുള്ള ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതും പോരാഞ്ഞിട്ട് നമ്മുടെ വൺ പീസിൽ ഇപ്പോൾ ആകെ ഒരു ബ്ലാക്ക് ബ്ലേഡ് ഉള്ളത് നമ്മുടെ മീഹോക്കിൻ്റെ കയ്യിലാണ്. മറ്റാരുടെ കയ്യിലൊന്നും ഒരു ബ്ലാക്ക് ബ്ലേഡ് നമുക്ക് കാണാൻ കഴിയില്ല. ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മുടെ ഹാക്കിയിൽ നമുക്ക് അത്രമാത്രം കൺട്രോളും വേണം, അത്രമാത്രം നമ്മൾ മാസ്റ്റർ ചെയ്തിട്ടും ഉണ്ടാക്കണം. ഇങ്ങനെ നമ്മുടെ വൺ പീസിൻ്റെ ഹിസ്റ്ററിയിൽ ആകെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് നമ്മുടെ റിയൂമ മാത്രമാണ്. അതിനുശേഷം ഇപ്പം നമ്മുടെ മീഹോക്കും മറ്റാരും തന്നെ ഇങ്ങനെ ചെയ്തിട്ടില്ല. ഈ ഒരൊറ്റ കാരണം മാത്രമാണ് നമ്മുടെ ഷാങ്സിൻ്റെയും അതുപോലെ തന്നെ റോക്സിൻ്റെയും സോജറിൻ്റെയും ഒക്കെ മുകളിൽ ആണ് നമ്മുടെ മീഹോക്ക് എന്ന് പലരും പറയാൻ കാരണം. പക്ഷേ നമ്മളൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ ആവാൻ ഒരു ചാൻസും ഇല്ല. അപ്പോൾ ഇതിനുള്ള ശരിക്കുള്ള ആൻസർ അറിയണമെങ്കിൽ നമുക്ക് കാത്തിരുന്നേ പറ്റൂ. കാരണം നമ്മുടെ മീഹോക്കിൻ്റെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്. അപ്പോൾ അതൊക്കെ അറിയുമ്പോൾ നമുക്ക് തീരുമാനിക്കാം നമ്മുടെ മീഹോക്കിന് നമ്മൾ കൊടുത്ത ഹൈപ്പ് അദ്ദേഹം ഡിസേർവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇപ്പം നമ്മുടെ മീഹോക്കും ഷാങ്സും തമ്മിൽ കമ്പയർ ചെയ്താൽ ഞാൻ പറയുന്നത് ഷാങ്സ് തന്നെയാണ് സ്ട്രോങ് എന്ന്. ഇനി ഒരു പക്ഷേ നമ്മുടെ മീഹോക്കിൻ്റെ ഫീഡ്സും കാര്യങ്ങളൊക്കെ റിവീൽ ആയതിനു ശേഷം നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞ ഈ കാര്യം വേണമെങ്കിൽ നമുക്ക് മാറ്റി പറയേണ്ടി വന്നേക്കാം. അപ്പോൾ അതുവരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വരുന്നതുവരെ ബൈ ബൈ.